ഇപ്പൊ തന്നെ പഠിക്കാം. ഹലോ, ഇന്നലെ നടന്ന അറബിക് കലോത്സവത്തില് LP വിഭാഗം മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികളാണ് ചാവക്കാട് ഓൺലൈൻ വേദിയിൽ ഇപ്പോൾ ഉള്ളത്. 60 മത്സരങ്ങളാണ് LP വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് അറബിക് സംഘഗാനത്തിൽ. ഈ 60 മത്സരത്തിൽ 60 ആളുകൾ പേരോടും അല്ലെ 60 ടീമുകളോട് പൊരുതി ജയിച്ച ടീമാണ് ഇപ്പോൾ ഈ വേദിയിൽ എത്തിയിട്ടുള്ളത്. നമുക്ക് അവരുടെ ഒരു സംഘഗാനം കേൾക്കാം. ഹബീബത്ത് ഹിന്ദി അസ്ബാബ് ഹംദി ഹദീകത്ത് ഹലാറതി അജ്മലു മഹദി. ഹബീബത്ത് ഹിന്ദി അസ്ബാബ് ഹംദി ഹദീകത്ത് ഹലാറതി അജ്മലു മഹദി. ജിബാലു കി കൽ ജുനൂദി ഫിൽ ഹിമാ റിമാലു കി കൽ കുഹ്ലു ഫി ഐനാ. ജിബാലു കി കൽ ജുനൂദി ഫിൽ ഹിമാ റിമാലു കി കൽ കുഹ്ലു ഫി ഐനാ. അൻജുമും ലം യസൽ യഗ്ലർ അൻഉമും ദായിമൻ യഗ്ലർ. അൻജുമും ലം യസൽ യഗ്ലർ അൻഉമും ദായിമൻ യഗ്ലർ. അലാ താജ് മഹലുൻ ഫീ സുദ്രികി ഇലൽ കിമ്മതി ദൗമൻ ദൗമൻ തർതകി. അലാ താജ് മഹലുൻ ഫീ സുദ്രികി ഇലൽ കിമ്മതി ദൗമൻ ദൗമൻ തർതകി. موجك تنشد سلسك تعرض أعاني الأشياف ظهرك تلبس مترك تلبس حرير ملمس مع سنازات. هيكل والكنائس والمساجد منابع النور. هيكل والكنائس والمساجد منابع النور. فارحلوا وتنزلوا شوفوا ما قيل من الزر. فارحلوا وتنزلوا شوفوا ما قيل من الزر. ما أعجبا حلاتك يا بلد المحبوب. حبيبة هندي أسباب حمدي حديقة حضارتي أجمل مهدي. വളരെ ഗംഭീരമായിട്ടുള്ള പാട്ടാണല്ലേ. പിന്നെ ഇങ്ങനെ ഫസ്റ്റ് ഒക്കെ തരാണ്ടിരിക്കുക അല്ലേ. വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ച. ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഇതിൽ നന്നായിട്ട് പാടി ഉണ്ടാവും അല്ലേ മത്സരത്തില്. ഓക്കെ, എന്താ മോളുടെ പേരെന്തായിരുന്നു? ഫിൽസ. ഫിൽസ. മോളുടെ പേരോ? സിയ ഫാത്തിമ. ഷസ. മോന്റെ പേര്? റസീൻ. 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 മനാൽ. സാറ. ഫൈസ ഫബീഷ്. ഫൈസ ഫബീഷ്. എന്തെങ്കിലും പറയണ്ട? പ്രത്യേകിച്ച് പ്രൈസ് ഒക്കെ കിട്ടിയപ്പോ വീട്ടിൽ നിന്ന് ഉപ്പൊക്കെ ഉമ്മയൊക്കെ എന്താ പറഞ്ഞു? പാരന്റ്സ് എല്ലാരോടും സ്കൂളിൽ നിന്നൊക്കെ എന്താ പറഞ്ഞു? കൺഗ്രാറ്റുലേഷൻ. ഇനിയും ഇങ്ങനെ വേണം, ഇനിയും ഇങ്ങനെയൊക്കെ വേണം, ഉഷാറാവണം പറഞ്ഞല്ലേ. നമുക്ക് ഇവിടുന്ന് അടുത്ത ഇപ്പൊ 7ാം ക്ലാസ്സിലല്ലേ എല്ലാരും? 4ാം ക്ലാസ്സിലാണ്. അപ്പൊ അടുത്ത കൊല്ലം 5ലൊക്കെ ആകും അല്ലെ. അപ്പൊ നമുക്ക് ജില്ലയിലൊക്കെ മത്സരിക്കാൻ പോകാം. അപ്പൊ നമുക്ക് ഇവരുടെ പാരന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവരുടെ പാരന്റ്സിനെ കൂടി ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കാം. അതൊന്ന് മാഷും അതുപോലെ തന്നെ പാരന്റ്സും ഒക്കെ ഒന്ന് വേദിയിലേക്ക് കയറാം. വിളിക്കും, പാരന്റ്സിനെ വിളിച്ചു. മാഷു മതി. മാഷുവാ, അവര് വന്നോളൂ. മാഷുവാ, 2 വാക്ക് പറഞ്ഞോളൂ, പരിചയപ്പെടുത്തു സാർ. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ഗാനം ഷാക്കിർ വാഫി എന്ന പ്രശസ്ത ഗായകൻ എഴുതിയൊരു പാട്ടാണ്. വളരെ മനോഹരമായ ഒരു സോങ്ങാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനങ്ങൾ സ്റ്റേറ്റിൽ എത്താറുണ്ട്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗാനമാണ് നമ്മൾ ഈ സബ് ജില്ലാ തലങ്ങളിലേക്ക് കൊണ്ടുവരാറുള്ളത്. ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ICA പ്രിൻസിപ്പൽ ഗഫൂർ സാർ, അതുപോലെ യൂനിസ് സാർ, സലീം സാർ, മറ്റു എൻ്റെ ഒരുപാട് സഹപ്രവർത്തകർ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടാണ്
ഇത്രയും നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 60ഓളം മത്സരങ്ങൾ ഉണ്ടായിരുന്നു മക്കള്. അതിൽ നിന്നാണ് 1ാം സ്ഥാനം നേടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ പാരൻസ് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മാഷാണോ അവർക്ക് പാട്ടൊക്കെ പഠിപ്പിച്ചു? അതെ അതെ, അമ്മ രണ്ടുപേര് പാടും. ഈ പാട്ടാണ് ഏത് പാട്ടാലും കുഴപ്പമില്ല. ഹബീബത്തു ഹിന്ദി അസ്വാതു ഹംദി ഹദീഖത്തുൽ ഹലറതി അജ്മലു മഹദി. ഈ ഗാനം നമ്മളെ മതമൈത്രി ഗാനങ്ങൾ, അതായത് നമ്മളെ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളും അതുപോലെ മുസ്ലിമുകളും അതുപോലെ തന്നെ താജ്മഹൽ, നമ്മളെ ഇന്ത്യയിലുള്ള ഒരുപാട് കാര്യങ്ങളെ വർണ്ണിച്ചുകൊണ്ടാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. അപ്പൊ താങ്ക് യു. അതുപോലെ പാരന്റ്സ് ഉണ്ട്, ഇവരുടെയൊക്കെ എല്ലാവരുടെയും പാരന്റ്സ് ഉണ്ട് ഇതില്. എല്ലാവരും പാരന്റ്സ് ഉണ്ട് ഇതില്. ഈ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലെ? ഇത് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അറബിക് പാട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പാട്ട് പാടുന്ന പാരന്റ്സിലുണ്ടോ ഇതില്? ഇല്ല ഇല്ല. നിങ്ങളെ പേരെന്തായിരുന്നു? ഫഹ്മിദ. ജിജുന നിങ്ങളൊക്കെ വടക്കേക്കാട് തന്നെയാണോ വീട്? ലിജിത ഇബ്രാഹിം. എല്ലാരും വടക്കേക്കാട് പരിസരത്താണോ വീടുകൾ? അവിടെ ഉള്ളത് അല്ലെ? ഇതില് വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും പാരന്റ്സിന് പ്രത്യേക വനിതാ സംരംഭകരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ ഇല്ലേ? ജോലിക്കാര്, അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ? ഒക്കെ എല്ലാവരും ഡൊമസ്റ്റിക് എഞ്ചിനീയേഴ്സ് ആണ് അല്ലെ? കുടുംബകാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ചെയ്തിരുന്നു. 12 വർഷം അബുദാബിയിലായിരുന്നു. ഇപ്പൊ യോഗ പഠിപ്പിച്ചിട്ടുണ്ട്, ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ഉണ്ട്. അപ്പൊ എവിടെയാണ് എന്തെങ്കിലും അതും കൂടെ നാട്ടുകാർ അറിഞ്ഞോട്ടെ, എവിടെയാണ് യോഗ പഠിപ്പിക്കുന്നത്? യോഗ പഠിപ്പിക്കുന്നത് മന്നലാകുന്നുണ്ട്, പിന്നെ ഓൺലൈൻ ഇതുണ്ട്. കാരണം 12 വർഷം വർക്ക് ചെയ്ത് നമുക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോഴേ ഭയങ്കര ബോറിംഗ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഓൺലൈൻ ചാനലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? യോഗയുടെ യൂട്യൂബോ അല്ലെങ്കിൽ? ഇല്ലില്ല, ചാനലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോ വേദിയിലെത്തിയ ഈ കുരുന്നുകൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവരും ചാവക്കാട് ഓൺലൈൻ വേദിയിലെത്തിയതിൽ സന്തോഷം, നന്ദി.